السلام عليكم ورحمة الله وبركاته. SSF Wisdom Hadith Class 140 عن أبي أمامة صدي بن عجلان الباهلي رضي الله عنه عن النبي صلى الله عليه وسلم قال: ليس شيء أحب إلى الله تعالى من قطرتين وأثرين، قطرة دموع من خشية الله وقطرة دم تهراق في سبيل الله. وأما الأثران فأثر في سبيل الله تعالى وأثر في فريضة من فرائض الله تعالى. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു: ലൈസ ഷൈഉൻ അഹബ്ബ ഇലല്ലാഹി തആല, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തുവുമില്ല, മിൻ ഖത്രതൈനി വ അസറൈനി, രണ്ട് തുള്ളികളും, വ അസറൈനി, രണ്ട് ശേഷിപ്പുകളും. അസർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്തതിനു ശേഷം അതിന്റെ അടയാളമായി ബാക്കിയാകുന്ന കാര്യങ്ങൾ. ഇങ്ങനെയുള്ള രണ്ട് ശേഷിപ്പുകളും രണ്ട് തുള്ളികളും. ഇതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു വസ്തുവും ഇല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ രണ്ട് കാര്യങ്ങളാണ്. ഏതൊക്കെയാണത്? ഒന്ന്, ഖത്രത്തു ദുമൂഇൻ മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ ഭയപ്പെട്ട കാരണത്താൽ ഒലിപ്പിക്കുന്ന കണ്ണുനീർ തുള്ളികൾ. ഈ തുള്ളികൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെയോർത്ത് കരയുന്നവന് അർശിന്റെ തണൽ ലഭിക്കുമെന്ന് മറ്റൊരു ഹദീസിൽ നാം പഠിച്ചിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ് കണ്ണിൽ നിന്നൊഴുക്കുന്ന കണ്ണുനീർ, അത് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ളതാണ്. വഖത്രതു ദമിൻ തുഹ്റാഖു ഫീ സബീലില്ലാ, മറ്റൊന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചൊരിക്കപ്പെടുന്ന രക്തത്തുള്ളി. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ, ഒരുപക്ഷെ ശത്രുക്കൾക്ക് മുമ്പിൽ പോരാടേണ്ടി വരുമ്പോൾ, ആ സമയത്ത് ചൊരിക്കപ്പെടുന്ന രക്തം, ശരീരത്തിൽ നിന്നൊരു തുള്ളി രക്തം ഒലിപ്പിക്കേണ്ടി വന്നാൽ ആ രക്തവും അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അങ്ങനെ രക്തമൊലിപ്പിക്കുന്നതും അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. യുദ്ധമെന്ന് പറയുമ്പോൾ തോന്നിയതുപോലെ എപ്പോഴും യുദ്ധം ചെയ്യുക എന്നതല്ല, മറിച്ച് അല്ലാഹു തആല അനുവദിച്ച ടൈമിൽ, അല്ലാഹു തആല യുദ്ധം ചെയ്യാൻ പറഞ്ഞ ഇടങ്ങളിൽ ശത്രുക്കളുമായി യുദ്ധം ചെയ്യുമ്പോൾ മാത്രമാണ് അത് ലഭിക്കുന്നത്. അല്ലാഹു തആല യുദ്ധം ചെയ്യാൻ അനുവദിക്കാത്ത, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് ദീനിന് ഒരു നേട്ടവുമില്ലാത്ത ഇടങ്ങളിൽ വെറുതെ യുദ്ധം ചെയ്ത് ശത്രുക്കൾ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും ദോഷമുണ്ടാക്കുന്നതും ഒരിക്കലും അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യമുള്ളതല്ല. അമ്മൽ അസറാനി, പിന്നെ രണ്ട് ശേഷിപ്പുകൾ. അസറും ഫീ സബീലില്ലാഹി തആല, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അസറാണ് ഒന്ന്. നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക യുദ്ധങ്ങളിൽ, പോരാട്ടങ്ങളിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്ത ഈ പോരാട്ടങ്ങളിൽ ഉണ്ടാകുന്ന ശേഷിപ്പുകൾ, ഒരുപക്ഷെ യുദ്ധങ്ങൾ നടക്കുമ്പോൾ വെട്ടുകൊണ്ടും കുത്തുകൊണ്ടുമൊക്കെ ഉണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന അടയാളങ്ങൾ, അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ദീനീ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമരം ചെയ്യുമ്പോൾ, ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, പ്രബോധന മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അടയാളങ്ങൾ, അവിടെയും ഒരുപക്ഷെ ശത്രുക്കളുടെ കൊള്ളേണ്ടി വരും, ശത്രുക്കളിൽ നിന്ന് ശത്രുത ഏറ്റുവാങ്ങേണ്ടി വരും. ഇതിന്റെയൊക്കെ ശേഷിപ്പുകൾ, അടയാളങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. വഅസറും ഫീ ഫരീദത്തിൻ മിൻ ഫറാഇദില്ലാഹി തആല, അള്ളാഹുവിന്റെ ഫറായിദുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഫർളുകളിൽ ഉണ്ടാകുന്ന അടയാളങ്ങൾ, ഇതും അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെ ഈ 4 കാര്യങ്ങളാണ് അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെന്ന് ഹബീബ്
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഫർളുകളിൽ ഉണ്ടാകുന്ന അസർ എന്ന് പറയുമ്പോൾ വുളു എടുക്കുമ്പോൾ നമുക്കറിയാം, വുളു എടുക്കുമ്പോൾ ശരീരത്തിൽ അതിന്റെ നനവ് ഉണ്ടാകും. അതേപോലെ തന്നെ നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുമ്പോൾ നെറ്റിയിൽ അതിന്റെ അടയാളങ്ങൾ കാണാൻ കഴിയും. ഇങ്ങനെ അള്ളാഹുവിന് ഫർളായ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശേഷിപ്പുകൾ ഇതും, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മറ്റുമൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശേഷിപ്പുകൾ, ഇങ്ങനെയുള്ള രണ്ട് അസറുകളും രണ്ട് തുള്ളികളുമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇത്തരം അടയാളങ്ങൾ ബാക്കിയാക്കാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.